ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ക്രിക്കറ്റ് പ്രേമികളും വളരെയധികം സന്തോഷിക്കുന്നൊരു സമയമാണ്. നല്ല ചാമ്പ്യൻസ് ട്രോഫിയുടെ പുറകെയൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും ചാമ്പ്യൻസ് ട്രോഫി ആസ്വദിക്കുന്ന സമയമാണ് ഇപ്പോൾ. ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി നമുക്ക് നല്ലൊരു വിജയം നേടാൻ സാധിച്ചു പാകിസ്ഥാനെതിരെ. കാരണം നമ്മളെ കിങ് കോഹ്ലി സെഞ്ചുറി അടിച്ച് ആ സെഞ്ചുറിയുടെ ബലത്തിൽ നമുക്ക് നല്ല വിജയം നേടാൻ സാധിച്ചു. പാകിസ്ഥാനെ യാതൊരു വിധത്തിലും ഒരു തലത്തിനും അനങ്ങാൻ വിടാത്ത രീതിയിലായിരുന്നു ടീം ഇന്ത്യയുടെ പ്രകടനം. ഓക്കെ, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ശ്രദ്ധിച്ചൊരു മത്സരമായിരുന്നു നമ്മളെ കേരളവും ഗുജറാത്തും തമ്മിൽ നടന്നൊരു രഞ്ജി ട്രോഫി മത്സരം. കാരണം രഞ്ജി ട്രോഫിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 വർഷത്തിന് പഴക്കമുണ്ട് രഞ്ജി ട്രോഫിക്ക്. കാരണം ലോകത്തിലെ തന്നെ ആദ്യത്തെ ടൂർണമെൻറ്റുകൾ, ആദ്യം ആരംഭിച്ച ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒന്നാണ് രഞ്ജി ട്രോഫി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെൻറ്റിൽ നല്ലൊരു പ്രകടനം കഴിഞ്ഞ കളിയിൽ കേരളത്തിന് കാഴ്ചവെക്കാൻ പറ്റി. ലോകം തന്നെ ശ്രദ്ധിച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഫൈനലിലോട്ട് കയറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ആ മത്സരം ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അത് നമ്മുടെ രഞ്ജി ട്രോഫിയിൽ വിദർഭിയായിട്ട് നമ്മുടെ ഫൈനൽ മത്സരം നാളെ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാനിരിക്കുമ്പം അതിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിചയത്തിലുള്ള എന്നെ വീക്ഷിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കട്ടെ. നല്ല ടീം സ്പിരിറ്റോടുകൂടി, ടീം വർക്കോട് കൂടി കളിക്കുന്ന സച്ചിൻ ബേബിയും സംഘത്തിനും എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കാരണം ഈ ഒരു ഫൈനലിൽ എത്തി എന്നുണ്ടെങ്കിലും കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപാട് പ്ലെയേഴ്സ് നല്ല പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രകടനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, 1-2 പ്ലെയേഴ്സ് നല്ല രീതിയിൽ കളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ആവറേജിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു രഞ്ജി ട്രോഫിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഒരു പ്ലെയേഴ്സും അങ്ങനെ വലിയ കൂടുതൽ റണ്ണടിച്ച ബാറ്റ്സ്മാൻമാരുടെ കൂട്ടത്തിലോ, കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ കൂട്ടത്തിലോ, അല്ലെങ്കിൽ ആവറേജിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ മികച്ച ഫീൽഡേഴ്സിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പ്ലെയേഴ്സൊന്നുമില്ല. പക്ഷേ നമുക്ക് സംബന്ധിച്ച് പറഞ്ഞാൽ നല്ലൊരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ ഒത്തൊരുമയായിട്ട് നല്ല കട്ടക്ക് നിൽക്കുന്ന ഒരുപാട് കളിക്കാരുണ്ട്, നല്ല പ്ലെയേഴ്സ് ഉണ്ട്, ബോളേഴ്സ് ഉണ്ട്, അതുപോലെ ബാറ്റ്സ്മാൻമാരുണ്ട്, ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫൈനൽ വരെ എത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ആ ഒരു ഫൈനലിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കണം അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കട്ടെ. ടീം ഇന്ത്യക്ക് കേരള രഞ്ജി ട്രോഫി ടീമിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ച് വരാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 85 വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് മുഴുവനൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിലും നമുക്ക് അതിന് സമയമില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ഈ ചുരുങ്ങിയ കാലത്ത് രഞ്ജി ട്രോഫി ഫൈനലിൽ കിരീടം നേടിയ ടീമുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ട് വരാം. ഓക്കെ, നമുക്കൊന്ന് നോക്കി വരാം അല്ലേ. നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ ഇതൊക്കെ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറയണ്ടായിരുന്നു, രഞ്ജി ട്രോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ബാക്കിയുള്ള ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ കളികളൊക്കെ പത്രത്തിലൂടെ വാർത്തകളൊക്കെ നോക്കി നമ്മൾ ആരൊക്കെ അടിച്ചു, അനന്തപത്മനാഭൻ്റെ എത്ര വിക്കറ്റ് നേടി, അല്ലെങ്കിൽ സുനിൽ ഗവാസ്കർ എത്ര റൺസ് അടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതൊന്നും അങ്ങനെ നോക്കാറില്ല. ഉള്ളത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് കിരീടം നേടിയ ടീമുകളൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ രഞ്ജി ട്രോഫി കപ്പടിച്ചത് ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈ വിദർഭേനെ പരാജയപ്പെടുത്തി മുംബൈയാണ് കപ്പടിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കും നാളെ തുടങ്ങുന്ന മത്സരത്തിൽ നല്ല പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ, കപ്പടിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നടന്ന 2022-23 നമ്മൾ കപ്പടിച്ചത് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ് കിരീടം നേടിയത്. സൗരാഷ്ട്ര എന്ന് പരാജയപ്പെടുത്തിയാവട്ടെ ബംഗാളിലായിരുന്നു. ഓക്കെ, ബംഗാളിനെ പരാജയപ്പെടുത്തി സൗരാഷ്ട്രയാണ് 2022-23 രഞ്ജി ട്രോഫി കിരീടം നേടിയത്. 2022 ഇതേ മുംബൈനെ കഴിഞ്ഞ കിരീടം നേടിയ മുംബൈനെ പരാജയപ്പെടുത്തിയിട്ട് മധ്യപ്രദേശാണ് കപ്പടിച്ചിട്ടുള്ളത്. 2019-20 സൗരാഷ്ട്രനെ പരാജയപ്പെടുത്തിയിട്ട് ബംഗാളാണ് കപ്പടിച്ചത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നടന്ന 4 സീസണുകളിൽ കപ്പടിച്ച ആരൊക്കെയാണെന്നുള്ളവർക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട്, ക്രിക്കറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നാളെ നമ്മളെ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിൻ്റെ ഇടയിൽ നമ്മൾ അത് കാണാനും അതിനെ ആസ്വദിക്കാനും നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മളെ ടീമിനും എല്ലാവിധ ആശംസകളും സപ്പോർട്ടും കൊടുക്കാൻ നമ്മളെ മലയാളികൾ എല്ലാവരും കട്ടക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു മത്സരവും നമുക്ക് സന്തോഷം, നല്ല അടിപൊളി നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. കേരള ടീമിന് എല്ലാവിധ ആശംസകളും. സച്ചിൻ ബേബിക്കും സംഘത്തിനും വിദർഭയെ പരാജയപ്പെടുത്തി ഒരു കിരീടം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതോടൊപ്പം നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയും കൂടെ വീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ കായിക വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.